ഹല്ലേലൂയ. സന്തോഷത്തോടു കൂടെ പുതിയൊരാഴ്ചയുടെ പ്രാരംഭ ദിനം തന്നെ നമുക്ക് ചേർന്ന് വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. പുതിയൊരാഴ്ചയെ നമുക്ക് ദൈവം തന്നത്. ദൈവം നമുക്ക് തരുന്നതെല്ലാം പുതിയതാണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? പുതിയൊരു ദിവസം തന്നു നമുക്കും കൊണ്ടുവന്നു. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം പുതിയതാണ്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന സൗഖ്യം ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാളും പുതിയ സൗഖ്യം തന്നിരിക്കുന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ കഴുകിനെ പോലെ ശക്തി പുതുകി വരും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ നമ്മൾ പറയുകയാണ്, കർത്താവേ എല്ലാം പുതുതായി തരുന്നത് എൻ്റെ ദൈവമാണെന്നുള്ള ഒരു ധ്യാനത്തോടെ നമ്മൾ ദിവസവും പറയുകയാണെങ്കിൽ നിശ്ചയമായും നമ്മിൽ ശക്തി പുതുക്കപ്പെടും. സ്തോത്രം. നമുക്ക് ആവശ്യമാണോ? എല്ലാം പുതിയതാണ് നമുക്ക് ആവശ്യം. പഴകിക്കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തറിയാനേ പറ്റുള്ളൂ, ഒന്നിനും കൊള്ളില്ല. എന്നാൽ പഴകിപ്പോകാതെ എല്ലാം പുതുതാക്കി തരുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഒരു പുതിയ ദിവസം തന്നത്. അത് പഴയതല്ല, പുത്തൻ ദിവസമാണ്, പുതിയ സൂര്യകിരണമാണ് നമ്മുടെ അടുത്തെത്തിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാം ദൈവം അയച്ചു തരുന്നതെല്ലാം പുതിയതാണെന്ന് വിശ്വസിക്കുക. പുതിയത്, ഫ്രഷാണ്. സ്തോത്രം. കർത്താവ് കൊടുക്കുന്നൊക്കെ ഫ്രഷാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പത്രോസിൻ്റെ മീൻ പിടിക്കാൻ പോയ പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു വന്നപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഫ്രഷ് മീനയുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക അല്ലേ, കനലിൽ ചുട്ട അങ്ങ് ഫ്രഷ് മീനയുടെ അപ്പമൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഫ്രഷായിട്ട് കൊടുക്കുന്നതൊന്നും പഴയതല്ല. ഇവിടുന്ന് എടുത്ത് കൊണ്ടുവന്ന് സഞ്ചി തൂക്കി പിടിച്ച് കൊണ്ടുവന്നൊന്നുമല്ല, ഫ്രഷായിട്ട് തരികയാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. തട്ടി വിളിച്ച് ഉണർത്തി കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. അതുവരെ കിട്ടാത്ത ഫ്രഷാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യമാണ്. ഈ ദിവസങ്ങളിൽ അത് എടുത്തു പറയാൻ കാരണം നമ്മൾ ശാരീരികമായി ക്ഷീണിപ്പിക്കാനായിട്ട് ദുഷ്ടനായവൻ നോക്കുന്നതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് ജയം പ്രാപിച്ചേ പറ്റൂ. ദൈവജനം ജയം പ്രാപിച്ചേ പറ്റുള്ളൂ. എങ്ങനെ നമ്മൾ ജയിക്കുന്നത്? ശത്രുവിനെ ജയിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ജയം പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും നമ്മൾ ജയിക്കും. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കയറി ആ വചനം നമ്മൾ ശക്തിയായി ഏറ്റെടുത്ത് നമ്മൾ റിസീവ് ചെയ്ത് ഈ ആഴ്ച മുഴുവൻ പറയണം, ഞാൻ ക്ഷീണിച്ചു പോകില്ല, ഞാൻ ക്ഷീണിച്ചു പോകില്ല. എനിക്കെൻ്റെ ദൈവം തന്നത് പുതിയ അടയ തന്നത്, കനലിൽ ചുട്ട അടയ തന്നത്, അത് തിരുവചനമാ. അത് ഞാൻ ഭക്ഷിച്ചാരാധിക്കും, ഞാനത് റിസീവ് ചെയ്യുക. കർത്താവേ, അത് എന്നോടുള്ള ദൂത. ഈ ആഴ്ച ഞാൻ ക്ഷീണിച്ചു പോകില്ല, എൻ്റെ ശരീരത്തിന് ക്ഷീണം വരില്ല, എൻ്റെ ക്ലേശം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമ്മളത് റിസീവ് ചെയ്ത് ഏറ്റെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ബുദ്ധി പറയുകയാണ്. ബൈബിൾ ക്ലാസ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു ആലോചന പറയാനായിട്ട് എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ദൈവനെ ഓർക്കേണ്ട ഒരു കാര്യം വിളിച്ചു പറയുകയാണ്, നമുക്ക് ഫ്രഷായത് ദൈവം തരാൻ പോകുക. അത് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാണ്. ഞാൻ ആ വചനത്തെ കൂടുതൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എന്നും വിശ്വസിക്കും. അത് മറ്റൊന്നുമല്ല, എൻ്റെ യേശു ജീവനുള്ള ദൈവമാണ്. ഈ തിരുവചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഈ തിരുവചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. പലരും തിരുവചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. സത്യവചനവും സത്യദൈവവും എന്ന വിഷയം ചിലർക്ക് മറന്നുപോയിരിക്കുക, സംശയം കൊണ്ട് നടക്കുക. കാരണം എന്താണെന്നറിയോ? അവർ വചനം പാലിക്കില്ല. വചനം പാലിച്ചില്ലെങ്കിൽ വചനത്തിലെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണില്ല. നമ്മളും മറ്റു മനുഷ്യരും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം നമുക്ക് തോന്നും, അവരെ പോലെ ചോദിച്ചാൽ പോരെ, എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജീവിക്കണേ, ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകും തോറും, ഞാനത് പിന്നീട് പറയാം, വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതോറും അത് എക്സാക്ട്ലി അതുപോലെ സംഭവിക്കുന്നത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. എനിക്ക് നല്ല ബോധ്യമാണ്. ഓരോ ദിവസവും എൻ്റെ ദൈവം നടത്തുന്നതിനെക്കുറിച്ച് എല്ലാ ദിവസവും എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത്രമാത്രം ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പറ്റുന്നില്ല. അല്ലാതെ ഞാൻ ബലഹീനനാണെന്നും ദുർബലനാണെന്നും ഞാൻ അശക്തനാണെന്നും നല്ല ബോധ്യമുള്ളൊരു മനുഷ്യനാണ്. നല്ല ബോധ്യമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിൻ്റെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ തിരുവചനം, ആ ചിന്ത നിങ്ങൾ തരികയാണ്. മറക്കരുത്. ഈ ആഴ്ച മുഴുവൻ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി വരും. ദൈവം നാം ഫ്രഷ് ആയത് തരാൻ പോകുന്നത്, പുതിയത് തരാൻ പോവുകയാണ് പറഞ്ഞോളണം. എനിക്കിന്ന് പുതിയ ആരോഗ്യം തരും, പുതിയ സൗഖ്യം തരും, പുതിയ നന്മ തരും, എല്ലാം പുതിയത് തരുന്ന ദൈവമാണെന്ന് പറഞ്ഞോളണം. പുതിയ വീഞ്ഞ്, അത് മറക്കരുത്. അത് ദൈവസഭയിൽ നിന്ന് കിട്ടാൻ പോവുക. ഇന്ന് ദൈവം തരാൻ പോകുന്നത് പുതിയ വീഞ്ഞാണ്. ഇന്നത്തെ നമ്മുടെ സഭയുടെ തീം, ഈ ആരാധനയുടെ ഒരു തീമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട് തരാൻ പോകുന്നത്, കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ധ്യാനത്തിൽ കർത്താവ് പറഞ്ഞത് പുതിയ വീഞ്ഞ് തരാൻ പോകുമെന്ന് പറഞ്ഞു. ഇതുവരെ പറയാത്ത അന്യഭാഷയുടെ ചില വാക്കുകൾ പറയാൻ പോവുകയാണ്.
ഇതുവരെ ആരാധിച്ചതിനേക്കാളും വ്യത്യസ്തമായി ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ പോകുക, ആത്മാവിന്റെ ഒരു ബലം ഏറ്റെടുക്കാൻ പോകുക. ദൈവസഭയ്ക്ക് ആവശ്യമുണ്ടോ? കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ, തുരുത്തി ഒന്ന് പുതുതാക്കി വെക്കണം. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞൊഴിക്കാൻ പറ്റില്ല, തുരുത്തി പൊട്ടിപ്പോവും, പ്രശ്നമാവും, വളരെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തുരുത്തി ഒന്ന് കഴുകുക. നമുക്ക് കുറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്നേ, കുറേ അഴുക്കുകൾ വന്നിട്ടുണ്ട്, കുറേ അകന്നുപോയ ചില അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി കഴുകിയെടുത്ത് നമുക്ക് മടങ്ങി വരാം. ഇത്തരം കാര്യങ്ങൾ പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തിയാണ്. നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ കേട്ടവർക്ക് വേണ്ടിയുള്ള ദൂതായിട്ട് അങ്ങ് എടുത്താൽ മതി. അവിടെ കൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠനത്തിനായി എടുത്തത് 10 കന്യകമാരുടെ ഉപമയാണ്. 10 കന്യകമാരുടെ ഉപമ. അതിലൊരു അല്പം ഭാഗം കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. സമയമായപ്പോൾ ഞാൻ നിർത്തിയതാണ്. അപ്പം അതിൻ്റെ ബാക്കി ഭാഗം, ചെറിയൊരു ഭാഗം കൂടെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവിടെ നമ്മൾ പറഞ്ഞു എത്തിയത്, യജമാനൻ വരുന്ന വന്ന സമയത്ത് ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും 2 കൂട്ടരും ഉറങ്ങി. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, യജമാനൻ വരാൻ അല്പം താമസിച്ചു. ഇന്നും നമുക്കറിയാം, കർത്താവിൻ്റെ വരവിന് അല്പം താമസം വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചിന്തകൾ വരാം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു എന്നൊരു തോന്നല്. 2 പത്രോസ് 3:8-9 വാക്യം ഒന്ന് വായിക്കാമോ? 2 Peter chapter 3 verse 8 and 9. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ കർത്താവ് വരുവാൻ താമസിക്കുന്നത് പലരും ചിന്തിക്കുക. ചിലർ ചിന്തിക്കുന്നത് പോലെ ഇവിടെ കർത്താവ് വരാൻ താമസിക്കുന്നു എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ കർത്താവ് വരാൻ താമസിക്കുന്നതല്ല. കർത്താവിനൊരു സംഖ്യ വെച്ചിട്ടുണ്ട്. ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെടേണ്ട ഒരു സംഖ്യ ക്രമം വെച്ചിട്ടുണ്ട്. ആ ഡിജിറ്റ് എന്ന് പൂർത്തിയാകുന്നു അന്ന് കർത്താവ് വരും. ആ ഡിജിറ്റ് പൂർത്തിയാകാൻ വേണ്ടി കുറച്ച് സമയം കൂടെ ആവശ്യം വരുന്നുണ്ട്. അതിൽ കുറച്ചു പേരും കൂടെ മാനസാന്തരപ്പെടാനുണ്ട്. അത് മാനസാന്തരപ്പെടാൻ വേണ്ടി ദീർഘക്ഷമത കാണിക്കുക. അവരും കൂടെ മാനസാന്തരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് ഒന്നുകൂടി ദീർഘക്ഷമ കാണിക്കുക. അതിന് ദീർഘക്ഷമ കാണിക്കുന്നതിന് കാരണം നമുക്കറിയാം, യൂത തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂതയോട് താൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്ന 5 ഇടപെടലുണ്ടായിട്ടുണ്ട്. ചിലരൊന്നും കൂടെ വചനം വായിച്ചിട്ട് പറയുന്നുണ്ട് 7 ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു 5 എണ്ണം കണ്ടിട്ടുണ്ട്. 5 എണ്ണം എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ നീ തന്നെ എന്നൊക്കെ പറയുന്നത് അല്ലേ, അത് കൃത്യമായിട്ട് അവനോട് പറയുന്നുണ്ട്. എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അത് സമയം നീ തന്നെ എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാനസാന്തരത്തിനുള്ള ഇടയായിട്ട് 4ഓ 5ഓ പ്രാവശ്യമുള്ള ദൈവികമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ എല്ലാവരോടും കർത്താവ് ഇടപെടൽ കാണിക്കുന്നുണ്ട്. നമുക്കൊക്കെ ദിവസവും മാനസാന്തരം വരാൻ വേണ്ടി ദൈവം എത്ര ഇടപെടലാണ് തരുന്നതെന്നില്ലേ. നമ്മൾ ചിലപ്പോൾ മാനസാന്തരപ്പെടില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു പൊടിയും കൂടെ ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ശിക്ഷ കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ തിയോളജി പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് തിയോളജി എന്ന് പറയുന്നത്? ഇത് കൃപായുഗ എന്നൊക്കെ പറയും. കർത്താവ് ദീർഘക്ഷമ കാണിക്കുക കൊടുക്കുമൊന്നുമില്ല. പക്ഷെ വചനം ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്. എബ്രാഹിം ലേഖനത്തിൽ എന്താ പറയുന്നത് അറിയോ? മക്കളാണെങ്കിൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാണ്? ബാലശിക്ഷ കിട്ടുന്നേ. എന്താ ബാലശിക്ഷ? നമ്മുടെ പിള്ളേർക്ക് ദോഷം വരുന്ന രീതിയിലല്ല. ചിലപ്പോൾ ഒരു വിച്ചു കൊടുക്കും, ചിലപ്പോൾ ഒരു ചെറിയൊരു അടി കൊടുക്കും. ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇതുപോലെയുള്ള ചെറിയ വിച്ചലും ചെറിയ അടിയൊക്കെ, ചെറിയ ബാലശിക്ഷകൾ കർത്താവ് ഈ ഭൂമി വെച്ച് തരുന്നു എന്നത് സത്യമാണ്. അതിനെ വേറെ ബുദ്ധിമണ്ഡലം കൊണ്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് സത്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന കാര്യമാണ്. ഇത് അനുഭവിക്കാനായിട്ട് പറ്റും. നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, അല്ലെല്ലാം മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പം നശിച്ചു പോകും. മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ഒറ്റ വഴിയുള്ളൂ. നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, എൻ്റെ ലൈഫ് സ്പോയിലായി പോകാതിരിക്കണമെങ്കിൽ, എൻ്റെ ജീവിതം നോക്കിയിട്ട് അത് തൊലഞ്ഞു പോയി എന്ന് പറയാൻ ഇടവരുത്താതിരിക്കണമെങ്കിൽ, അവൻ്റെ ജീവിതം എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ്ടായി? ജീവിതകാലത്ത് എന്തെങ്കിലും സന്തോഷം അനുഭവിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കാൻ ഇടവരാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ള മാനസാന്തരപ്പെടുക. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നതുകൊണ്ടാണ്. ദൈവം എല്ലാവരെയും ഉദ്ദേശിക്കുന്ന ആരും നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമല്ല.
നല്ലവനായ ദൈവത്തിന് ഇഷ്ടം ആരും നശിച്ചു പോകുന്ന ഇഷ്ടമല്ല. അതാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്. ഇബ്രാഹിം ലേഖനം 10:37 കൂടെ ഒന്ന് വായിക്കാവോ? ഹിബ്രു ചാപ്റ്റർ 10:37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ താമസിക്കില്ല, വരും. അപ്പൊ ഈ താമസത്തിന്റെ ഗ്യാപ്പ് എത്രയാന്ന് പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ഗ്യാപ്പ് എത്രയാ? അല്പകാലമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, അല്പകാലം മാത്രം ഈ ഭൂവിലെ സ്വൽപുരമാണ് നമ്മുടെ നിത്യവാസം. നിത്യവാസത്തിന്റെ സമയം എടുത്ത് നോക്കുമ്പോൾ ഇവിടെയുള്ള ഭൂമിയിലുള്ള വാസം വളരെ അല്പമുള്ളൂ, വളരെ അല്പമുള്ളൂ, വളരെ അല്പമുള്ളൂ. അപ്പോൾ ആ ഒരു അല്പകാലം നമ്മളൊന്ന് ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രശ്നം വരുന്നതെന്ന് അറിയാമോ? താമസം വരുന്നതെന്ന് കാണുമ്പോൾ ചിലരുടെ സ്വഭാവം മാറും. മത്തായിയുടെ സുവിശേഷം 24:48 വായിച്ച്. യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. നമ്മൾ പുറത്തൊന്നും പറയുന്നില്ല, കർത്താവ് വരുവാൻ താമസിക്കുന്നത് ഹൃദയം കൊണ്ട് പറയുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. വായിച്ചോ. കൂട്ടുദാസന്മാരെ അടിക്കുക, കുടിയന്മാരോടുകൂടെ തിന്നു കുടിക്കുക, നോക്കിയേ ദാസനാ. പക്ഷെ ഉള്ളോണ്ട് പറഞ്ഞു കർത്താവ് ഇപ്പോൾ ഒന്നും വരില്ല. അതുകൊണ്ട് അങ്ങ് അർമാദിച്ച് ജീവിക്കുക എന്ന് പറയാം, ഒരു ഭാഷ പറഞ്ഞ. അങ്ങ് ലോകത്തിന്റെ തിമിർപ്പിൽ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. തിന്നും കുടിച്ചും അതിന്റെ കൂട്ടത്തിൽ കൂടി ചെയ്യുന്ന കാര്യമേ പറ്റാത്ത കൂട്ടു സഹോദരന്മാരൊക്കെ നടിക്കുകയൊക്കെ ചെയ്യാം. അവർ നേരെ പോവുകയാണെങ്കിൽ അവർക്ക് ഓരോന്ന് കൊടുക്കും. നീ അത്രയൊക്കെ മതിയിടാ, വലിയ ഭക്തിയൊന്നും വേണ്ട. അതാണ് അടി. പറഞ്ഞാൽ പോരാ, അവരുടെ ഭക്തിക്കൊന്നും ചോരാൻ. അവൻ്റെ ഒരു ഭക്തി അങ്ങ് കണ്ടാൽ മതി. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അവനിങ്ങനെ പുണ്യവാളനായിട്ട് വന്നതാണെന്നങ്ങ് തോന്നുക പറഞ്ഞ് അവന് തല്ലുവാനും അടിക്കാനൊക്കെ നോക്കുക. ഈ നിലയ്ക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ആ സമയത്ത് കർത്താവ് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം പറഞ്ഞത്, അവിശ്വാസികളോട് കൂടെ അല്ലേ, ആ കപടഭക്തിക്കാരോട് കൂടെ തന്നെ എണ്ണീട്ട് ഇവന് ഭക്തനായി എണ്ണില്ല, ഇവന് വലിയ ശിക്ഷയിലേക്കാണ് പോകുന്നത്. ഇതാണ് ദൈവമക്കളെ നമ്മൾ ഈ ഉപമയിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. കർത്താവിൻ്റെ വരവിന് അല്പം താമസം ഉണ്ടെന്ന് കരുതിയിട്ട് ആരും എന്ത് ചെയ്യരുത്? വഴി വിട്ടു പോകരുത്. ഉള്ളോണ്ട് ഹൃദയം കൊണ്ട് പറഞ്ഞാൽ പോലും നമ്മൾ തെറ്റിപ്പോവും. ഹൃദയം കൊണ്ട് പറഞ്ഞാൽ പോലും തെറ്റിപ്പോവും. നമ്മൾ തെറ്റാതെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ. എന്താണ് വഴി? അനുദിനം മാനസാന്തരം, അനുദിനം മാനസാന്തരം. അത് നമ്മിൽ നിന്ന് വിട്ടുപോകരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സമയം അറിയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങില്ല, ഉണർന്നിരിക്കുന്ന പറയുന്നത്. റോമാലേഖനം 13:11 വായിച്ച്. റോമർ 13:11. 13:11. ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക നമ്മൾ ഉണരണം. തിരുവചനമൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഒരേ കാര്യമുള്ളൂ, ദൈവസഭ ഉണരണം. ഞാൻ പ്രസംഗിച്ചാരെ ഉറക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ആവേശം കൂടുതലെന്ന് തോന്നാറുണ്ട്. ബൈബിൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും എനിക്ക് ലേശം ആവേശം കൂടുതലാണ്. കാരണം എന്താ അറിയോ? ആ വചനം കേൾക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോരുന്നു. എന്തിനാ ശുശ്രൂഷ? ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയുള്ളതാണ്. ഉണർത്തണം. കാരണം ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള നാഴിക ഇനി സമയമൊന്നുമില്ല. ലാസ്റ്റ് ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയത്ത് നമ്മൾ ഉണരണം. വിളക്കൊക്കെ ഒന്ന് കത്തണം. ഇപ്പോൾ വിളക്കണയുന്നുണ്ടോ? ശരിയെന്ന് നോക്കി. നമ്മുടെ സഭകളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ടത്തെ പോലെ ആത്മാവിൽ ആരാധിക്കുന്നുണ്ടോ? സ്തോത്രം. പണ്ടത്തെ പോലെ ആത്മാവിൽ ആരാധിക്കുന്നുണ്ടോ? എനിക്ക് ആ കാര്യത്തിൽ ആത്മസന്തോഷത്തോടെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പെന്തക്കോസ്ത് വിഷയക്കാർ വളരെ സന്തോഷമാണ്. അവരുമായിട്ട് എനിക്ക് വലിയ അടുപ്പമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പാട്ട് അവർ തുടങ്ങി 2 ശാൻസ് പാടുന്ന ഞാൻ കേട്ടിട്ടുള്ളൂ. 3ാമത്തെ ശാൻസ് ആവുന്നതിന് മുമ്പ് ആ പാട്ട് അന്യഭാഷയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഏത് പാട്ടെടുത്താലും ഞാൻ അവരുടെ മീറ്റിങ്ങുകളിൽ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. കൺവെൻഷനുകൾക്കൊക്കെ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. അവരെ മിക്കവാറും മാസത്തിൽ എപ്പോഴും എൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ വരായിരുന്നു. അവർക്ക് എന്നോട് വലിയ താല്പര്യമായിരുന്നു. ഞാൻ രോഗശാന്തി പിടിച്ച് നിൽക്കുന്ന കാരണം
അവർക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നെ അവരെ സഭയിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു താല്പര്യം കാരണം അവരുമായിട്ട് എപ്പോഴും സംസാരിക്കുകയും അവരുമായിട്ട് ഇടപെടുകയും അവർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ അവരുടെ കൺവെൻഷന് പോവുകയും ഒരു വളരെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അത് കുറഞ്ഞൊരു പരിപാടി അവർ അനുവദിക്കുന്നതല്ല. ആത്മാവിൽ ആരാധിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓർത്തു വിളക്ക് കത്തുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ന് പല സഭകളിലും പറ്റിയിരിക്കുന്നതെന്ന് അറിയോ, വിളക്ക് അണഞ്ഞു പോവുക. എന്താ കുഴപ്പമെന്നറിയോ, എണ്ണ ഉണ്ടായിരുന്നു ഒരു സമയത്ത്, എക്സ്ട്രാ എണ്ണയില്ല. വീണ്ടും ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാനുള്ള എണ്ണയില്ല. എണ്ണ ഒന്ന് പകർന്ന് വീണ്ടും അത് ജ്വലിച്ച് കത്തുമ്പോഴാണ് നമുക്ക് പ്രകാശം കിട്ടുന്നത്. ഇത് നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം. അതിനാ പറഞ്ഞ് ഉണരാനുള്ള നാഴികയായിരിക്കുന്നു. മണവാളം വരുന്നു എന്നൊരു ആർപ്പുവിളി, അത് എല്ലാവരും കേൾക്കും. മണവാളം വരുന്നുള്ള ആർപ്പുവിളി ഉണ്ടായെന്ന് പറഞ്ഞ്, അപ്പോൾ ഉറങ്ങുന്നവരും കേട്ടു എന്നാണ് അവിടെ പറയുന്നത്. കാരണം ഇത് ആർപ്പുവിളിയാണ്, എല്ലാവരും കേട്ടു. അത്ര ശബ്ദത്തിലാ പറഞ്ഞിട്ടാണ് വരുന്നത്. ഒന്നാം വരവിലും ദൂതസംഘം ഗാനം പാടി, കർത്താവ് ജനിച്ച സമയത്ത് ദൂതന്മാർ വന്ന് പാട്ടുപാടിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞ് പാട്ടുപാടി അറിയിച്ചു, ലോകത്തെ അറിയിച്ചു. ഇനി രണ്ടാം വരവിലും നമുക്കറിയാം ഗംഭീരനാഥത്തോടു കൂടിയേ വരുന്നത്. അപ്പോൾ അറിയിക്കാൻ ദൈവം ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ടും ഉണരാത്തതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ ഈ ഉപമയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഇസ്രായേൽ ജനം ഉണർന്നില്ല. കർത്താവ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അവർ ഉണർന്നില്ല. പിന്നെ എങ്ങനെ ചെയ്യുന്നത്? സത്യസഭ ആർപ്പുവിളി കേട്ടു. അതാണ് പുതിയ നിയമസഭ. ബുദ്ധിയുള്ള കന്യകമാരായ ദൈവസഭ ആർപ്പുവിളി കേട്ടു. അവർ റെഡിയായി. പക്ഷേ ഇസ്രായേലിനെ ഒരുങ്ങാൻ പറ്റിയില്ല. അവരപ്പോഴാണ് ആലോചിക്കണേ, ഇത് കർത്താവ് വന്നതാണല്ലോ എന്നൊക്കെ ആലോചിച്ച് വീണ്ടും എണ്ണ മേടിക്കാനും വിൽക്കുന്നവരുടെ അടുത്തൊക്കെ പോയി അന്വേഷിക്കാനും ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ പോകുന്നതാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആമോസിന്റെ പ്രവചനത്തിൽ പറയുന്ന 4:12, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 4:12, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. അപ്പൊ നമ്മളോടുള്ള ദൂതെന്താ? ഈ ഉപമയും കൂടെ നമ്മളോട് പറയാനുള്ള ദൂതെന്താ? നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ നമ്മൾ എന്നും ഒരുങ്ങിയിരിക്കണം. എങ്ങനെ? ഉണർന്ന് ഒരുങ്ങിയിരിക്കണം, വിജിലൻ്റ് ആയിട്ടായിരിക്കണം. ആ ഉണർന്നതെന്നുള്ളതിന് ഞാനൊരു സാധാരണ ഭാഷ പറയേണ്ടത്, നമ്മൾ കിടന്ന് ഉറങ്ങണമെന്നല്ലേ അർത്ഥം. ആത്മീകമായൊരു ഉണർവില്ലേ? ഉണ്ടോ ആത്മീയമായൊരു ഉണർവ്? ചിലപ്പോൾ നമ്മളൊന്നും ഉറങ്ങിപ്പോവാറില്ലേ? ഒരു സന്തോഷമില്ല, പാട്ട് പാടാൻ ഒരു ശുഷ്കാന്തി ഇല്ല, പ്രാർത്ഥിക്കാൻ നിർബന്ധിച്ചാൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥന ഒന്നും വരുന്നില്ല. സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മളിവിടെ നിൽക്കും. എന്താ കണ്ടീഷൻ? സ്പിരിച്വലി നമ്മളങ്ങോട്ട് ഡള്ളായി. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാഹചര്യം മാറിയാൽ മതി, ചിലപ്പോൾ ആ അന്തരീക്ഷം കൊണ്ടും ചിലപ്പോൾ ഒക്കെ സംഭവിക്കാം. ഉറക്കം എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ഉണർവിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. ഉണർന്നാലത്തെ ലക്ഷണം പറഞ്ഞു തരാം. എന്താ ഉണർന്നാലുള്ള ലക്ഷണം? ആദ്യം നമ്മൾ ചെയ്യാൻ നമ്മുടെ വസ്ത്രമൊക്കെ നേരിടും. ശരിയാണോ? ഉണരുക എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മളെ യഥാസ്ഥാനപ്പെടുക, നമ്മിൽ എന്താ കുറവുള്ളതെന്ന് തിരിച്ചറിയുന്നതാണ് ഉണർവിൻ്റെ ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖവും കണ്ണൊക്കെ ഒന്ന് കഴുകുക, വായൊക്കെ ഒന്ന് കഴുകണം, ഫ്രഷ് ആവണം എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ശുദ്ധീകരണമാണ്. നമ്മുടെ കുറവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഫൗൾ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വാഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് ശുദ്ധീകരിക്കപ്പെട്ടു. ഇതാണ് ഉണർവിൻ്റെ ലക്ഷണം. അപ്പൊ അതിനുള്ള ഒരുക്കം നമ്മൾ നടക്കുന്നില്ലെങ്കിൽ അർത്ഥം നമ്മളിപ്പോഴും ഉറങ്ങാന്ന് അർത്ഥം. നല്ല ഉറക്കമാണ്. ആ ഉറക്കമൊന്നും മാറണ്ടേ? കർത്താവ് വരാറായി. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, കർത്താവ് വന്നാലും ഇല്ലേലും മരണം നമ്മുടെ അടുക്ക നിൽക്കുന്നുണ്ട്, വാതിക്കൽ. പറയാൻ പറ്റുമോ? കാട്ടുതീയാണോ വരുന്നത്, ഭൂകമ്പമാണോ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭൂമി ഉൽക്കം ആണോ സംഭവിക്കാൻ പോകുന്നത്, കാട്ടുതീയാണോ വരാൻ പോകുന്നത്, വെള്ളപ്പൊക്കമാണോ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഈ രാജ്യത്ത് ഇതിൽ ഏതണങ്ങിയാലും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഗ്യാരണ്ടിയില്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും ഇന്നേ വരെ ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം ഈ പ്രകൃതിയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല. ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞിട്ട് പറയും റിച്ചർ സ്കെയിലിൽ 7.6 സിസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തി എന്ന് പറയും. നാളെ 12 മണിക്ക് ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അടുത്ത മാസം 14-ാം തീയതി ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചിട്ട് പറയാൻ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. മഴയുടെ ഏകദേശം കണക്ക് പറയും, എന്നാൽ സംഭവിക്കുന്ന മഴ പറയാത്ത മഴയെ പെയ്യാറ്, വെള്ളപ്പൊക്കം ഉണ്ടാകാറ്. അപ്പൊ അവർ പറയും ഒരു മേഘസ്ഫോടനം ഉണ്ടായതാണ്. അതെന്താ ഇവർക്കറിയാൻ? അതാ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അത് പറയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത അടുക്കൽ വാതിക്കൽ കർത്താവിന്റെ വരവ് മാത്രമല്ല മരണം അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുങ്ങാതിരിക്കാന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല. ഒരുങ്ങിയേ പറ്റുള്ളൂ.
സങ്കീർത്തന പുസ്തകം 50-3 വാക്യത്തിൽ പറയുന്നത് നമ്മുടെ ദൈവം വരുന്നു. നമ്മുടെ ദൈവം വരുന്നു. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ അതിനൊരു വ്യവസ്ഥ പറഞ്ഞത്, കർത്താവ് വരുമ്പോൾ രക്ഷപ്പെടാനുള്ളൊരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 10:9 നമുക്കറിയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നീ. അപ്പൊ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ ശരണമാക്കി വെക്കുക തന്നെ വേണം. നമ്മൾ യേശുവിനെ ക്ഷണമായി സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ നമ്മൾ സാക്ഷിയൊക്കെ പറഞ്ഞത് നമുക്ക് ബോധ്യമൊക്കെ ഉണ്ട്. രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചാൽ അതേന്ന് നമ്മൾ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഉറപ്പ് നമ്മിൽ നിന്ന് പോകരുത്. എന്താ ഉറപ്പ്? എനിക്കൊരു രക്ഷകനുണ്ട്. ഞാൻ ആവർത്തിച്ച് ഈ സഭയിൽ പറയുന്നൊരു കാര്യമാണ്, എനിക്കൊരു രക്ഷകനുണ്ട്. നമുക്ക് രക്ഷകനില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. നമുക്കൊരു ബോധ്യം വേണം. നമ്മുടെ കുറവ് വശങ്ങളും നമ്മുടെ പോരായ്മകളും വെച്ചിട്ട് സ്വർഗത്തിന്റെ പടി പോലും കാണാൻ പറ്റില്ല. പടി പോലും കാണാൻ പറ്റില്ല. ഒരു കൽപ്പന പോലും നമ്മൾ കർത്താവ് പറഞ്ഞത് അനുസരിച്ചിട്ടില്ല. ഉണ്ടോ? ഒരു കൽപ്പന പോലും നമ്മൾ അനുസരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ കുറെ പേര് കുരുടന്മാരായാണ്. ഇതിന്റെ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ എത്ര പ്രാവശ്യം ഇടർച്ച വരുത്തിയേക്കണം, എത്ര പ്രാവശ്യം ഇടറി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണേ ഉണ്ടാവില്ല. വലം കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചെയ്യണ്ടായിരുന്നു. അപ്പോളെ പോയി വെട്ടി. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് 2 പേപ്പറും എടുത്തു പോകുന്നു, ചിലപ്പോൾ മനസാക്ഷി കുത്തും. ദൈവമൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്. പേപ്പറല്ലേ ഞാൻ കൊണ്ടുവന്നത് കാര്യമില്ലല്ലോ. ചിലപ്പോൾ നല്ല മനസാക്ഷിയുള്ളവർക്ക് തോന്നും അവിടുന്ന് അത് ഞാൻ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന് തോന്നും. എൻ്റെ കൈ അടർച്ച വരുത്തി എന്ന് പറഞ്ഞ് വീട്ടിലെത്തി ഒരു വാക്കത്തി എടുത്തിട്ട് ഒരു വെട്ടം കൂടി കൊടുത്തിട്ട് എറിഞ്ഞിട്ട് കളയണം. പിന്നെ പേപ്പർ എടുക്കാൻ പോകില്ലല്ലോ. പറ്റില്ല. നമുക്ക് പറ്റില്ല. ഒരു കൽപ്പന പോലും നമ്മൾ അനുസരിച്ചിട്ടില്ല. 2 വസ്ത്രം ഉണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണ അറിഞ്ഞുവിടാന്ന് മാത്രമേ നമ്മുടെ കണക്ക് പറയാൻ പറ്റൂ. ഈ രാജ്യത്താണെങ്കിൽ പലതരം വസ്ത്രം, ഒരു ദിവസം തന്നെ ഇടുന്നത് 4 ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് വരുന്നത് തണുപ്പാതി ജീവിക്കും. അവിടെ പറയണത് 2 വസ്ത്രം ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തതിന് കൊടുക്കുക. അപ്പോൾ ഒരു കൽപ്പന പോലും അനുസരിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഞാനൊരു വലിയ വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഞാൻ വലിയ പ്രാർത്ഥനാ ഭക്തനാണ്, വീരനാണെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നടക്കില്ല. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവേ എൻ്റെ പരിമിതിയുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു രക്ഷകനുണ്ടെന്ന്. അതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ അതേതാ സംഗതി? അതാണ് നമ്മുടെ യേശുക്രിസ്തു രക്ഷകൻ. ആശിക്കുന്നതിന്റെ ഉറപ്പെന്താ? എൻ്റെ രക്ഷകൻ എന്നെ രക്ഷിക്കുന്നുള്ള ഉറപ്പാണ്. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കണ്ടിട്ടില്ല യേശുവിനെ, നേരിട്ട് കണ്ടിട്ടില്ലെന്നേ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അത് നമ്മൾ കാണാൻ പോവുക. നമ്മൾ ഈ ബലഹീനരായ മനുഷ്യരെ ദൈവത്തിൽ വിശ്വസിച്ച് യേശു രക്ഷകൻ 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 എന്ന് പറഞ്ഞ് ആ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ പരിമിതികളൊക്കെ വെച്ച് ദൈവത്തെ ആരാധിച്ച് നമ്മളവിടെ ചെല്ലുമ്പോൾ കയറാൻ വകുപ്പില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഏതാ വിശ്വാസം? എനിക്കൊരു രക്ഷകനുണ്ട്. മറക്കരുത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ഇല്ല കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടു പോകും. ഒരു രോഗം മരണത്തിന്റെ അടുത്ത വരുമ്പോൾ നമ്മൾ മേടിച്ചു പോകും. ഇനിയിപ്പോൾ മരണം വന്നാൽ എന്ത് സംഭവിക്കുക? അവിടെ എത്തുക. ഉറപ്പില്ലാത്തവരാകരുത്. നിങ്ങൾ ഉറപ്പില്ലാത്തവരും ഈ കുലുങ്ങുന്നവരൊന്നായിട്ട് നിൽക്കരുത്. നിങ്ങൾ ഇളകാത്ത രാജ്യത്തേക്ക് പോകുന്നവരാണെങ്കിൽ നല്ലൊരു ഉറപ്പ് വേണം. എൻ്റെ യേശു എൻ്റെ രക്ഷകനുമായിട്ട് എനിക്ക് കണക്ഷൻ ഇപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്. റെഡിമെയ്ഡ് പ്രാർത്ഥന പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് മനസ്സമാധാനത്തോടെ പോരുകയല്ല. കർത്താവിനോട് ഹൃദയം തുറന്ന് പറ, എൻ്റെ രക്ഷകനോട് കാര്യം പറ. എനിക്ക് ഇന്ന ബലഹീനതകളുണ്ട് കർത്താവേ, എന്നോട് മനസ്സിലാണെന്ന് എല്ലാ ദിവസവും ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പിടിക്കുക. അങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞിട്ട് ആ രക്ഷകനുമായിട്ടുള്ള കണക്ഷനിൽ നമ്മൾ പോയാൽ അവൻ പറയും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വാക്യം അതാ. ഒരു കുറച്ച് കഴിഞ്ഞ് വന്നു 5 പേര് ബുദ്ധിയില്ലാത്തത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ദിവസവും കർത്താവുമായിട്ട് സംസാരിക്കുന്നവനെ അറിയില്ല എന്നവൻ പറയില്ല. തങ്ങൾ ആശ്രയിക്കുന്നവന് അവൻ അറിയുന്നു. ഏതാ വാക്യം? നാഹൂം പ്രവചനം 1:7. കർത്താവ് നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തന്നെ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. ആശ്രയിക്കുന്നുണ്ടോ? അവനിൽ ആശ്രയിക്കുന്നുണ്ടോ എല്ലാ ദിവസവും? അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയും, ഇവനെ എനിക്കറിയാം. ഞാനൊരു പരിശോധന നടത്താൻ വേണ്ടി ഞാനും ഡാഡിയും കൂടെ സുവിശേഷത്താത്ത സഭയില്ലാത്ത വളരെ പ്രതികൂലമുള്ള സ്ഥലത്ത് നിന്ന് പരിശോധന നടത്തുക. ഞാൻ നിന്ന് പ്രസംഗിക്കുക.
ഞാനൊന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ബഹളുണ്ടായിട്ട് അടിക്കാൻ വേണ്ടി ഓടി വന്നു. നിർത്തണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. ആഞ്ഞ അടിച്ച് ഇങ്ങനെ കൈയൊക്കെ വീശിയിട്ട് വരുന്നുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. പ്രസംഗം നിർത്തണോ വേണ്ടെന്ന് അറിഞ്ഞൂടാ. അടുത്തെത്തിയപ്പോൾ അവനവിടെ നിന്നിട്ട് എന്നെ ഒന്ന് നന്നായി നോക്കി. അവൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് പറഞ്ഞു, ഇത് സാമല്ലേ, ഞാനറിയും. എല്ലാവരും തടുത്ത് നിർത്തി. അവൻ്റെ കൂടെ വന്നവരൊക്കെ തടുത്ത് നിർത്തി പറഞ്ഞു, അവൻ പ്രസംഗിക്കട്ടെ, അവനത് പ്രസംഗിക്കാനുള്ള അധികാരമുണ്ട്, അവനെ ഞാൻ നന്നായി അറിയും. ഇന്ന സ്ഥലത്ത് അവൻ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിട്ടുള്ളവനാ, അവന് അറിയാം. അവൻ പറഞ്ഞു അവനത് പ്രസംഗിക്കാനുള്ള യോഗ്യതയുണ്ട്, അവൻ പറയുന്നത് സത്യമാണ്, അതുകൊണ്ട് അത് കേട്ടിട്ട് മതി ഇനി തീരുമാനം. എല്ലാവരും മാറി നിൽക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ എല്ലാവരും മാറ്റി നിർത്തി. ഇതാ പറഞ്ഞത്, നമ്മെ അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിടുതലാണ്. കർത്താവ് പറയാ, ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളപ്പെട്ടു, വാതിലടച്ചു, കൃപയുടെ വാതില് പൂട്ടി. കൃപയുടെ വാതിലാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളത്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഓർക്കാവുള്ളൂ. അപ്പോൾ ഈ ഉപനിന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. കർത്താവ് വരാറായെന്ന് മാത്രമല്ല, രക്ഷയിലുള്ള വിശ്വാസത്തോടെ നമ്മൾ ഉണർന്നിരിക്കണം. ഈ ഉണർവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതാണ് വലിയൊരു ഉണർവ്. എങ്ങനെ പ്രാർത്ഥിക്കണം? സുബോധം വന്നിട്ടുള്ള പ്രാർത്ഥന, എൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥന, അതാണ് വേണ്ടത്. അപേക്ഷയും അഭയയാചനയും കഴിക്കുന്നുണ്ട്, ഭയഭക്തി നിമിത്തം. ഇത്തരം കാര്യങ്ങളിൽ വരണ്ടല്ലേ അപേക്ഷയും അഭയാചനയും. എന്താ അപേക്ഷ? കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന്. അഭയാചന എന്താ? കർത്താവെ എൻ്റെ പോരായ്മ ഇത്രയൊക്കെയാണ്, ഇത് അങ്ങ് പരിഹരിച്ചില്ലെങ്കിൽ കർത്താവെ എനിക്ക് അവിടെ എത്താനുള്ള ഒരു യോഗ്യതയില്ല. ഭയഭക്തി നിമിത്തം, കർത്താവെ എനിക്ക് ഭയമുണ്ട്, പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? യേശു എൻ്റെ രക്ഷകൻ, അവൻ എന്നെ രക്ഷിക്കും. അപ്പോൾ ഈ ഇതിൽ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നൊരു വാക്യമുണ്ട്. അതേപോലെ മറ്റൊരു വാക്യമുണ്ട്, സുവിശേഷം ഭൂലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും, അപ്പോഴാണ് കർത്താവ് വരുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഭൂലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും, അന്ന് അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ് ഭൂലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുന്നത്. അപ്പോൾ പലരെന്ന് പറയുന്നത് ഇന്നും സുവിശേഷം എത്താത്ത എത്രയോ സ്ഥലം കിടക്കാണ്ട് കർത്താവ് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമക്കളെ അതൊരു വകുപ്പില്ല. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം എന്താണ്? കൃപയുടെ സുവിശേഷമാണ്. കൃപ സഹിച്ചിട്ടൊന്നല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന സമയപ്പോൾ. നമ്മളെങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? സഹിച്ചിട്ടാണ്. വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഈ സഹിച്ചിട്ട് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സഭ എടുക്കപ്പെട്ടതിന് ശേഷം, സഭ എടുക്കപ്പെട്ടതിന് ശേഷം സത്യമായിരുന്നു കേട്ടോ, യേശു തന്നെയായിരുന്നു കർത്താവ്. അവന് അപ്പോഴാണ് തിരിച്ചറിവ് വന്നത്. എന്നിട്ട് രക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നൊരു കൂട്ടം ആളുകളുണ്ടാവും. അവരെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റുള്ളൂ. മുദ്ര വയ്ക്കലും എതിർ ക്രിസ്തുവിൻ്റെ കുറേ പീഡനങ്ങളും, നീ യേശുവിന് തള്ളി പറഞ്ഞില്ല, നാക്ക് മുറിക്കുന്നു പറയുമ്പോൾ ഞാൻ തള്ളി പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ പോയി. രക്ഷിക്കപ്പെടണമെങ്കിൽ നാക്ക് നീട്ടി കൊടുക്കണം, നാക്ക് മുറിച്ചു കൊടുക്കണം, കണ്ണ് ചൂഴ്ന്നെടുക്കുമ്പോൾ അതിന് നിൽക്കണം. അങ്ങനെ സഹിച്ചിട്ട് രക്ഷിക്കപ്പെടാനേ അപ്പം പറ്റുള്ളൂ. ആ സമയത്ത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അതാരെ അറിയിക്കുന്നത്? ദൂതന്മാരെ അറിയിക്കുന്നത്. ആ സമയത്ത് ദൂതന്മാരെ അറിയിക്കുന്നതാ. ഇപ്പം നമ്മൾ അറിയിക്കുന്നത് കൃപയുടെ സുവിശേഷമാണ്. വരുവിൻ, ഈ സത്യസുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, യേശു രക്ഷകനാണെന്ന് വിളിച്ചു പറയുന്നത് നമ്മുടെ ചുമതലയാണ്. ഇപ്പോൾ ദൂതന്മാരല്ല അറിയിക്കുന്നത്. ദൂതന്മാരെ അറിയിക്കുമ്പോഴാണ് ഭൂലോകം മുഴുവൻ വളരെ ഈസി ആയിട്ട് അവർക്ക് അറിയിക്കാം. നമുക്ക് പറ്റില്ല. അപ്പോൾ കർത്താവിൻ്റെ വരവിന് ഒരു തടസ്സവും ഇല്ല. ചിലർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന രണ്ട് കാര്യമാണ് വെച്ചിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു തടസ്സം ബാക്കിയില്ല. ഇനി ഒരു കാര്യവും അവശേഷിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിൽ കർത്താവ് വരാം. ചോദിച്ചിട്ട് ആ മുക്കിലെത്തിയില്ല, ഈ മുക്കിലെത്തിയില്ല എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടില്ല. അത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വരവിന് ശേഷമുള്ള. അത് കിടക്കുന്നത് ഈ 24-25 അധ്യായത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് യഹൂദന്മാരെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റി പ്രസംഗിക്കപ്പെടുന്ന ആ കഴിവ് പ്രസംഗിക്കുമ്പോൾ അത് എടുത്തു പറയുമ്പോൾ ശ്രദ്ധിക്കാതെ പറയുമ്പോൾ നമുക്കുണ്ടാക്കുന്ന കൺഫ്യൂഷനുമാണ് അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് താമസം ഇല്ല. കർത്താവിനെ അറിഞ്ഞാൽ പോരാ, കർത്താവ് അറിയണം. ഗലാത്യ ലേഖനം 4:9 വായിച്ച്. Galatians chapter 4 verse 9. ഇപ്പോഴും ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കർത്താവിനെ അറിഞ്ഞാൽ പോരാ, കർത്താവിനെ നമ്മെ അറിയണം. കർത്താവ് പറയാം, എനിക്കറിയാം, ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാമെന്ന് പറയാൻ പറ്റണം. അതാണ് നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു കാര്യം.
മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി ഒരു വാചകം കൂടെ കയറ്റിയെന്ന് പറയാം. ഇവിടെ ഉപമയോട് ബന്ധപ്പെട്ട് ഉറങ്ങുന്നവരാണ് പെട്ടുപോയല്ലേ, ഉറങ്ങി, അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി, എണ്ണ കരുതി വയ്ക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി, വിളക്ക് കത്തിക്കുന്ന കാര്യം പലതും മറന്നുപോയി, ഉറക്കത്തിൽ പലതും മറന്നുപോകും. ഇവിടെയാണ് പ്രശ്നം. അല്പം മയക്കം വന്നാൽ പോലും നമ്മൾ കരുതേണ്ടത് കരുതിയിരിക്കുകയാണെങ്കിൽ മണവാളം വരുന്നുള്ള ആർപ്പുവിളി വരുമ്പോൾ ഒന്ന് എഴുന്നേക്കാൻ പറ്റും. ഇന്നൊരു ആർപ്പുവിളി നമ്മൾ കേൾക്കുക, കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയുക, കർത്താവിൻ്റെ ഒരു ദൂത് എന്നെ ഏൽപ്പിച്ച ദൂത് പറയുക, കർത്താവ് വരാറായി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒന്ന് കത്തിക്കാൻ പറ്റിയാൽ, ഇന്ന് കത്തിയാൽ, ഇന്ന് ആരാധനടക്കം ഒന്ന് നന്നായി കത്തണം, നന്നായി ചൊല്ലിക്കണം. ആത്മാവിൻ്റെ ഒരു ജ്വലനം തന്നെ ഉണ്ടാകണം. അത് അന്യഭാഷ മാത്രമല്ല, ഉള്ളിലൊരു കത്തല്. എനിക്കെന്റെ കർത്താവിനെ കളഞ്ഞിട്ടുള്ള പരിപാടി വേണ്ടെന്ന് പറയുന്ന രീതിയിൽ ഒരു ആത്മാവിൻ്റെ ഒരു ജ്വലനം ഉണ്ടായാൽ നമ്മുടെ വിളക്ക് കത്തുന്നുണ്ടെന്ന് അർത്ഥം. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. വാതിലടച്ചതിന് ശേഷം എല്ലാവരും പറയും യേശു മാത്രം കർത്താവ്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ 2:11 അന്നാളിൽ എല്ലാ മുട്ടുങ്കാലും മടങ്ങും, യേശു മാത്രം കർത്താവെന്ന് എല്ലാവരും ഏറ്റു പറയും. അപ്പൊ ഇവിടെ വെച്ച് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ, യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ പറയണ്ടെന്ന് വിചാരിച്ചിരിക്കണ്ട, അവിടെ ചെന്നിട്ട് ഏറ്റു പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വെച്ച് നേരെ ജോലിയൊക്കെ നിന്ന് പറയാൻ പറ്റും. അവിടെ ചെന്നിട്ടാ പറയാൻ പോണെന്ന് വെച്ചാൽ മുട്ടുകൂത്തി നിർത്തിയിട്ട് പറയും. ഇവിടെ വെച്ച് ഏറ്റു പറഞ്ഞ് ദൈവവുമായിട്ട് ബന്ധത്തിൽ നിന്നവനെ അകത്തേക്ക് കയറിക്കോളാൻ പറയും. മറ്റവരെ മുട്ടുകുത്തി നിർത്തിയിട്ട് യേശു മാത്രം കർത്താവെന്ന് എല്ലാ നാവും ഏറ്റു പറയേണ്ടി വരും. പറഞ്ഞിട്ട് മുട്ടുകുത്തിയിട്ട് നടത്തിക്കുക എവിടേക്ക്? നരകത്തിൽ. ആ സീനം നല്ല ചോദിക്കുക. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവര്, ഇവിടെ സ്നേഹിതന്മാർ, നമുക്ക് നന്നായിട്ട് അറിയുന്ന നല്ല മനുഷ്യനാന്ന് തോന്നുന്ന നല്ല ആളുകളാ, ഒരു പാവാട്ടോ എന്നൊക്കെ തോന്നിയ പലരും ഇതുവരെ കർത്താവ് യേശു കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ട് നമ്മളകത്ത് കയറി പോണ നേരത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ മുട്ടുകുത്തി നിന്നിട്ട് യേശുവേ അങ്ങ് മാത്രം കർത്താവ് നടന്നോ. എങ്ങോട്ടാ അവർ നടക്കുന്നതെന്ന് അറിയാമോ? നാശത്തിൽ നിന്ന് നാശത്തിലേക്ക്, നമ്മൾ ജീവനിൽ നിന്ന് ജീവനിലേക്ക്. ഇത് കണ്ടിട്ടാ പൗലോസ് വിഷമത്തോടെ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്. നിങ്ങൾ ജയോത്സവമായി നടത്തുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഘോഷയാത്ര നടക്കുന്നത് പറയുക. എന്താ ഘോഷയാത്ര? ചിലര് ജീവനിൽ നിന്ന് ജീവനിലേക്ക്. ആ സമയത്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണെന്നാണ് പറഞ്ഞത്. സൗരഭ്യവാസന, നമ്മുടെ സൗരഭ്യവാസന അവർക്ക് കിട്ടണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ പറഞ്ഞാൽ ഈ സീൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഒരു സൗരഭ്യം പരക്കണം. ഒന്നുകൂടെ വെക്കാം. നമ്മൾ സുവിശേഷം ഒന്നും പറഞ്ഞില്ലേ, ജീവിത സുവിശേഷമാണ്. ആരും നമ്മെ വിമർശിക്കാൻ ഇടവരരുത്. വനവിശ്വാസിന്ന് ചോദിക്കാൻ ഇടവരുമ്പോഴുണ്ടാവുന്ന ഒരു ജാളിതയില്ലേ, അതിന് നാറ്റെന്ന് പറയും. വനവിശ്വാസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന പേരാണ് നാറ്റം. അല്ല, അവനൊരു നല്ല മനുഷ്യനാണ്, അവനെപ്പോലൊക്കെ ഒന്ന് ആയാൽ കൊള്ളാന്ന് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും പ്രിയപ്പെട്ടവർക്കും തോന്നുകയാണെങ്കിൽ നമ്മൾ ജീവന്റെ സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ സാക്ഷികളാണ് നമ്മൾ. ഒരു വാക്ക് പറയണ്ട, അവരോട് സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ചിലരെ പോലെ ആകണമെന്നൊക്കെ തോന്നിയിട്ടില്ലേ? ഫസ്റ്റ് മേടിക്കുന്നതിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, അവന് 1ാം റാങ്ക് കിട്ടുമ്പോൾ, കർത്താവേ എനിക്ക് അവനെ പോലെ 1ാം റാങ്ക് കിട്ടണം. എനിക്കതിന് കഴിവില്ല, ഓർമ്മശക്തിയില്ല, ബുദ്ധിയില്ല. ഞാൻ നിലവിളിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് ഫസ്റ്റ് റാങ്ക് വന്നു. അവനെ ഓവർടേക്ക് ചെയ്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് വന്നു. എനിക്ക് അതിന് മുമ്പ് 6ാം റാങ്കായിരുന്നു. 6ാം റാങ്കിൽ നിന്ന് 1ാം റാങ്കിലേക്ക് ചാടാനായിട്ട് ദൈവം കൃപ വന്നു. ഒറ്റ കരച്ചിലും പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നതിന് കാര്യം, ഞാൻ എൻ്റെ ജീവിതം ചെറുപ്പം തൊട്ടേ മനസ്സിലാക്കിയത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. എൻ്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ള ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവമക്കളെ, നമ്മൾ ആ ബന്ധം കളയാതെ നിലനിർത്തണം, എങ്കിലും നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഗലാത്യർ 4:9 വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവിനെ അറിഞ്ഞാൽ പോരാ, കർത്താവ് നമ്മെ. 2 തിമോത്തിയോസ് 2:19 വായിച്ച്. 2 തിമോത്തി chapter 2 verse 19. 2 തിമോത്തി chapter 2 verse 19. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും. മതി. കർത്താവ് തനിക്കുള്ളവരെ. പണ്ട് ഞാനൊരു പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെയല്ല.
നാട്ടിലെ സഭയിൽ. കർത്താവിൻ്റെ കയ്യിൽ ബുക്ക്, അഡ്രസ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബുക്കിൽ ആരുടെയൊക്കെ പേരുണ്ടെന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവിനെ അറിയാം, ചിലരുടെ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് തനിക്കുള്ളവര് കർത്താവിനുള്ളവരാണോ നമ്മൾ? അതാ കർത്താവിൻ്റെ വേസ്റ്റാണോ നമ്മൾ? കർത്താവിന് നമ്മളെ വേണോ? കർത്താവിന് നമ്മെ കൊണ്ട് എന്തോ ഒരു പ്രയോജനം, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നേരത്തെ പറഞ്ഞ വാദ്യം കൂടെ ഒന്ന് ഓർക്കണം. സൗരഭ്യവാസനയാണോ നാറുന്നുണ്ടോന്ന്? നാറുന്ന കർത്താവ് എടുത്തു വയ്ക്കുവോ? സൗരഭ്യവാസനയാണെങ്കിൽ കർത്താവിന് വേണം. മരണം നടന്ന വീട്ടിൽ ഒരിക്കൽ കെ സി ജോൺ പാസ്റ്റർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ബഹുമാനീയനായ കർത്തദാസൻ അവരെ ആശുപത്രിയിൽ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ തോട്ടത്തിൽ അവൻ ഇറങ്ങി നടക്കുന്ന സമയത്ത് മനോഹരമായൊരു പൂവ് കണ്ടു. നറുമണം പരത്തി വിടർന്നു നിൽക്കുന്നൊരു നല്ലൊരു പുഷ്പം കണ്ടു. ആ പുഷ്പം കണ്ടിട്ട് അവന് ഇഷ്ടം തോന്നി. ഇഷ്ടം തോന്നിയിട്ട് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ആ പുഷ്പത്തെ അവൻ അറുത്തു. അത് കൊണ്ടുപോയി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ ഇടവന്നു. മനസ്സിലായോ? നമ്മൾ നോക്കിയപ്പോൾ അവൻ നടന്നു നോക്കുന്ന സമയത്ത് സഭയാൻ തോട്ടത്തിലൂടെ വന്ന് നോക്കുമ്പോൾ തനിക്കുള്ളവരെ അവൻ അറിയും, അവൻ ചേർക്കുകയൊക്കെ ചെയ്യും. എന്നാ വന്നപ്പോ അയ്യേ ഇലയും കൊഴിഞ്ഞ് കരിഞ്ഞും വാടി ചുട്ടുകളകത്രേ. പിന്നെ തോട്ടത്തിൽ നിർത്തിയാൽ തന്നെ നാണക്കേടാ. അതിനെ അടുത്തടുത്ത് തീയിലേക്ക് വരച്ചെറിയും. ഓ കർത്താവേ, ഇവിടെയാണ് പറഞ്ഞത് നമ്മൾക്ക് അവനുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ യേശു പറയോ ഇവൻ എനിക്കുള്ളവനാണ്. എന്തെങ്കിലും ഗുണമുണ്ടോ എൻ്റെ കർത്താവിന്? നമ്മൾ മൂലം ആരെങ്കിലും രക്ഷിക്കപ്പെടുവോ? ഇവിടെ വാക്ക് സാമർത്ഥ്യം കൊണ്ടൊന്നുമല്ല, പരിശുദ്ധാത്മാവ് ആകർഷിക്കുന്നൊക്കെ. നമ്മളെ കണ്ടിട്ട്, നമ്മുടെ ജീവിതം കണ്ടിട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടുവോ? ഒരു ഭാഷ പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കർത്താവ് എന്നെ കാണുന്നവർ എന്നിലുള്ള ക്രിസ്തുവിനെ കാണട്ടെ. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ ഒന്നും കാണുന്നില്ല. നമ്മളിൽ കാണുന്നവർ നമ്മളിൽ ന്യൂനതയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പരാജയം. നിലവിളിക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. കർത്താവേ, ഞാൻ നിലവിളിക്കേണ്ടി വരിക, ഞാൻ കരയേണ്ടി വരിക. കർത്താവേ, എന്നെ ഒന്നും നന്നായി അങ്ങേക്ക് തോന്നിയിട്ട്, കർത്താവേ, അല്പത്തിൽ വിശ്വസ്തനായവൻ, അല്പത്തിൽ വിശ്വസ്തൻ എന്നെങ്കിലും തോന്നിയാൽ മതി. വലിയ വിശ്വസ്തനൊന്നല്ല. എളിയ കാര്യങ്ങൾ തുച്ഛീകരിക്കാത്ത ദൈവം പറയാം, ഇവൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവനാണ്. ഒരു കുറച്ച് വിശ്വസ്തത അവൻ കാണിക്കുന്നുണ്ട്. അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ പോലും കർത്താവ് പറയും നിന്നെ അധികത്തിന് വിചാരനാക്കാന്ന് പറയും. അവന് ആവശ്യമുണ്ടെന്ന് പറയും. അത് നമ്മൾ അടുത്ത ഉപമ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ വാക്കുകളെ ചുരുക്കാൻ പോവുക. അപ്പോൾ റോമാലേഖനം 8:9 കൂടെ ഒന്ന് വായിച്ച്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ അപ്പൊ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് വായിച്ച് താഴോട്ട് വായിക്കാവോ? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് അത് വ്യാഖ്യാനിക്കുമ്പോൾ ഇടയ്ക്ക് തെറ്റുപറ്റാറുണ്ട്. അന്യഭാഷ പറയാത്തവന് കർത്താവിന് വേണ്ടാന്ന് പറഞ്ഞു വ്യാഖ്യാനിക്കും. അങ്ങനെയൊന്നുമല്ല എൻ്റെ അർത്ഥം. എന്താ ക്രിസ്തുവിൻ്റെ ആത്മാവ്? ക്രിസ്തുവിനൊരു ആത്മാവുണ്ട്. ക്രിസ്തുവിൻ്റെ ഒരു ആത്മാവുണ്ട്. എന്താ ആത്മാവെന്ന് അറിയോ? എല്ലാറ്റിനും കർത്താവ് പറഞ്ഞ കൽപ്പനയ്ക്കൊക്കെ ഒരു ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ഒന്നും കൂടെ പറയാം. ക്രിസ്തുവിൻ്റെ ഒരു ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കും. ക്രിസ്തു എന്ന് പറഞ്ഞാൽ സ്നേഹം. അതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്. എന്താ ആത്മാവ്? സ്നേഹം. എല്ലാം സഹിക്കും, എല്ലാം പൊറുക്കും. അല്ലേ? സ്നേഹത്തിന്റെ ഗുണങ്ങൾ വഹിക്കുന്നില്ലേ? ഇത് ക്രിസ്തുവിന്റെ ആത്മാവ്. അത് എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ചിലമ്പുന്ന കൈത്താളമൊക്കെയാണ്. ഒരു പ്രയോജനമില്ല. കുറച്ച് ഭക്ഷ്യമേള ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രവചനവരം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കി. പൊട്ടിത്തെറിക്കുക നമ്മൾ എന്തെങ്കിലും വിഷയം വരുമ്പോൾ.
സൗമ്യത ഇതുവരെ പഠിച്ചിട്ടില്ല ക്രിസ്തുവിന്റെ ആത്മാവ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകുന്നു എന്നോട് ചേർന്ന് പഠിപ്പിൻ. എൻ്റെ മുഖം അത് നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴും സൗമ്യതയും താഴ്മയും വരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലോചിച്ചു, പല പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് സൗമ്യത പാലിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ ശാന്തത തരുന്നതിനായി സ്തോത്രം, അല്പം കൂടെ ഒക്കെ ശാന്തത തരുന്നതിനായിട്ട് സ്തോത്രം. ശാന്തമായിട്ട് ഇടപെടാൻ പറ്റിയ ചില വിഷയങ്ങൾ വരും, ഗൗരവമുള്ള വിഷയങ്ങളാകുമ്പോൾ ഇല്ല, കോപം വരുന്നില്ല, ഒരു ആശ്വാസം കിട്ടുന്നു. കർത്താവേ എന്നെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. കാരണം നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ വിധത്തിൽ നമ്മളൊന്ന് ഒരുക്കപ്പെട്ടാൽ ആ ആത്മാവ് നമ്മെ ഭരിക്കണം. അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. അന്യഭാഷ പറയുന്നില്ല അല്ല കാര്യം ഞാൻ പറഞ്ഞു. അന്യഭാഷ പറഞ്ഞില്ലേ പോലും കുഴപ്പമില്ല. കാര്യം മനസ്സിലായോ? ഈ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മെ ഭരിക്കണം. നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്നോടൊന്ന് ചിരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോൾ പിന്നെ ഒരു മുഖം കറുപ്പിച്ച് നടക്കും. കൈ തന്നില്ല എന്ന് പറഞ്ഞ് മുഖം കറുപ്പിച്ചു. എന്നെ ഇന്നും വിളിച്ചിരുന്ന ആളാ, വിളിച്ചില്ലെന്നല്ലേ, പോയി, ആ ഗ്യാസ് പോയി. ഇതൊരു കട്ടാൻ നോക്കി. നമ്മൾ ദൈവമക്കളാണോ? അതിന്റെ അർത്ഥം എന്താ അറിയോ? ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മെ ഭരിക്കുന്നുണ്ടോ ഇല്ലേ? തള്ളിപ്പറഞ്ഞു പോയ പത്രോസ് കർത്താവ് നേരിട്ട് കേട്ടതാ ഇല്ലേ? പത്രോസ് തള്ളി പറയുന്നത് നേരിട്ട് കേട്ടതാ. തിരിഞ്ഞു നോക്കിയതാ അവനെ അല്ലേ? അത്ര അടുത്ത് വെച്ചതാ പറഞ്ഞത്, തള്ളി പറഞ്ഞത്. എന്നിട്ട് പത്രോസിനെ കൈവിട്ടോ? കൂടെ കൂടിയ മനുഷ്യൻ കള്ളനാ, യൂത കള്ളനാണ്. കൂടെ വരുന്ന മനുഷ്യൻ കള്ളനാന്ന് നന്നായിട്ട് അറിയാം. ആർക്കറിയാം? യേശുവിനും അറിയാം. യേശുവിന് മാത്രമല്ല, ശിഷ്യന്മാർക്ക് പലർക്കും അറിയായിരുന്നു. നമ്മൾ പണസഞ്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് കൈയിടുന്നതൊക്കെ. എന്നിട്ടും അവനെ തള്ളി പറയാതെ ചേർത്ത് നിർത്തി കൊണ്ടുപോവാ. പിണങ്ങണില്ല അവനോട്. നമ്മൾ കാരണം അന്വേഷിച്ച് കിടക്കരുത്. കാരണം ഉണ്ടായിട്ടും പിണങ്ങാത്തതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിർത്തുക. അപ്പൊ ഞാൻ തൽക്കാലം ഈ വാക്യം നിർത്തുക. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു നിർത്താം. മത്തായി 7:21-22 വാക്യം കൂടെ വായിക്കും. മത്തായി 7:21-22. ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല. പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം എന്താ? ആരും നശിച്ചു പോകാൻ നിത്യവും പ്രായബന്ധം സ്നേഹിച്ച സ്നേഹമാണ്. ലോകത്തെ സ്നേഹിച്ച സ്നേഹം. നമ്മൾ സ്നേഹിക്കണം. ഒരേ ഒരു കൽപ്പനയെ തരുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് പഠിപ്പിച്ചൊരു പഠനമുണ്ട്. അത് സ്നേഹമാണ്. സ്നേഹം തണുത്തു പോകുന്നതാ, ക്ഷീണിച്ചു പോകുന്നതാ. നമ്മൾ വിശ്വാസം പഠിച്ചതുപോലെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് സ്നേഹം. അപ്പോൾ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ആ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ ഇല്ല എന്നർത്ഥം. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, ആത്മാവിനെ കെടുത്തിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. മനസ്സിലായി? ആത്മാവ് കെട്ടുപോയി. എങ്ങനെ കെട്ടുപോയേ? നമുക്കുണ്ടായ ചില അനുഭവങ്ങൾ നിമിത്തം സ്നേഹിക്കാൻ കഴിയാതെ, പരസ്പരം ക്ഷമിക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ നമ്മൾ പോകുമ്പോൾ ആത്മാവ് വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. വരരുത്. സ്തോത്രം. എൻ്റെ കയ്യൊപ്പിനാൽ നിന്നുള്ള കൃപാവരം ജ്വലിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. സ്റ്റിറപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാൽ, വെള്ളത്തിൽ പഞ്ചസാര ഇട്ടു ഇളക്കുന്നതിനെയാണ് അതിന് പറയുന്നത് ശരിക്കും. അപ്പോൾ ആ മധുരം പുറത്തേക്ക് വരുള്ളൂ. പഞ്ചസാര വെള്ളത്തിൽ കിടന്ന ശരിക്കും മധുരം കിട്ടില്ല. നന്നായി ഇളക്കി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ രുചി മാറും. ഇതുപോലെ ആത്മാവിൻ്റെ ഒരു ജ്വലനം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഒന്ന് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മിലുള്ള ആത്മാവിൻ്റെ ഒരു രുചി പുറത്തു വരട്ടെ, ഒരു രുചി പുറത്തു വരട്ടെ. എല്ലാ കരങ്ങളും അല്ലിച്ച് അല്പ നിമിഷം നമുക്ക് ആരാധിച്ച്